ഹായ് ആൾ, വെൽക്കം ടു എൻടെക് ഇ ലേണിംഗ് സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പുതിയ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ മാത്രമായിട്ടല്ല പറയുന്നത്, നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വീഡിയോ കുറച്ചധികം ലെങ്ത് ഉണ്ടായിരിക്കും, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, എങ്കിലേ ഇതിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും പുതിയ ഒരു നോട്ടിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ തന്നെ പറയാം. കാറ്റഗറി 386/2025 നോട്ടിഫിക്കേഷൻ്റെ നമ്പർ വരുന്നത്. 386/2025 387/2025 ഇത് രണ്ടും വന്നിട്ടുണ്ട്. 386/2025 എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. 387 വരുന്ന സമയത്ത് ബൈ ട്രാൻസ്ഫർ ആണ്. ബൈ ട്രാൻസ്ഫർ നോട്ടിഫിക്കേഷനാണ് 387 വരുന്നത്. ഇതിൻ്റെ ഗസറ്റ് ഡേറ്റ് വരുന്നത് ഒക്ടോബർ 15 ആയിരുന്നു. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 19 പോസ്റ്റിൻ്റെ പേര് കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലോടുള്ള സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ അല്ലേ, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എന്ന് പറയുന്നത്. അത് എക്സൈസ് ഡ്രൈവർ എന്ന് നമ്മൾ ചുരുക്കപ്പേരിട്ട് വിളിക്കുന്ന പോസ്റ്റാണ് എക്സൈസ് ഡ്രൈവർ എന്ന് പറയും. എക്സൈസ് ഡ്രൈവർ എന്ന് നമ്മൾ ചുരുക്കപ്പേരിട്ട് വിളിക്കുന്ന പോസ്റ്റാണ് ഇത് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നിങ്ങൾ പല ആളുകളും ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്തും ഈ ഒരു നോട്ടിഫിക്കേഷനുമായി പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് കഴിഞ്ഞ വർഷത്തെ നിയമനങ്ങളുടെ കാര്യമായിരിക്കും. ആ നിയമനങ്ങൾ എന്തൊക്കെയാണെന്നും അത് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നും ഓരോ ജില്ലയിലും വന്ന നിയമനങ്ങൾ എത്രയാണെന്നും ഇതുവരെ നിയമനം നടക്കാത്ത ജില്ലകളുണ്ടോ, ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ ജില്ലയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യും. സോ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് കേരള എക്സൈസ് ആണ്. അതേപോലെ തന്നെ നെയിം ഓഫ് പോസ്റ്റ് പറയുന്നത് എക്സൈസ് ഡ്രൈവർ. സ്കെയിൽ ഓഫ് പേ വരുന്നത് 26,500 മുതൽ 60,700 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. വേക്കൻസീസ് എല്ലാ ഡിസ്ട്രിക്റ്റും കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഡിസ്ട്രിക്റ്റ് വൈസ് നോട്ടിഫിക്കേഷനാണ്. നമ്മൾ ഈ ഒറ്റ കാറ്റഗറി നമ്പറിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് ഒരു ഡിസ്ട്രിക്റ്റ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ എല്ലാ ഡിസ്ട്രിക്റ്റും ഒന്നിച്ച് വിളിക്കുകയാണ്. കഴിഞ്ഞ തവണ 2021 വിളിക്കുന്ന സമയത്തും, പ്രീവിയസ് ആയിട്ട് നടന്നത് 2021 2021 വിളിക്കുന്ന സമയത്തും ഇതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചില ഡിസ്ട്രിക്റ്റിൽ ഇതിന് വേക്കൻസി ഉണ്ടായിരിക്കില്ല, എങ്കിലും വിളിക്കുന്ന സമയത്ത് എല്ലാ ഡിസ്ട്രിക്റ്റിലൂടെയും ഒന്നിച്ച് വിളിക്കുകയും എല്ലാത്ത ഡിസ്ട്രിക്റ്റിലേക്കുള്ള എക്സാമുകൾ ഒരേ സമയം തന്നെ കോമൺ എക്സാമായിട്ട് നടത്തുകയും അതേപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റും റാങ്ക് ലിസ്റ്റും വേക്കൻസി ഉള്ള ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും വേക്കൻസി ഇല്ലാത്ത ഡിസ്ട്രിക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഒരേ സമയത്ത് പബ്ലിഷ് ചെയ്യുകയാണ് PSC ചെയ്യുന്നത്. ആ ഒരു പ്രോബ്ലം കൊണ്ടാണ് കഴിഞ്ഞ തവണ കുറേ ആളുകൾക്ക് 1ാം റാങ്കിൽ എത്തിയിട്ട് പോലും നിയമനം ലഭിച്ചില്ല എന്ന് നമ്മൾ പറയുന്ന ഒരു ലിസ്റ്റിന് കാരണം. അപ്പോൾ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്, നമ്മൾ പല വീഡിയോസ് കാണുന്ന സമയത്തും അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ കാണുന്ന കമൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ട് പോലും നിയമനം ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു നെഗറ്റീവാണ്, അല്ലെങ്കിൽ തീരെ നിയമനം ഇല്ല എന്നുള്ളതാണ്. അതായത് നോർമലി മറ്റ് യൂണിഫോം ഡ്രൈവർ പോസ്റ്റിനേറ്റും അല്ലെങ്കിൽ മറ്റു ഡ്രൈവർ പോസ്റ്റുകളൊക്കെ OA പോലുള്ള പോസ്റ്റുകളൊക്കെ ബേസ് ചെയ്ത് നോക്കുകയാണെന്നെങ്കിൽ ഇതിന് അത്യാവശ്യം നിയമനം കുറവാണ് എന്ന് തന്നെ നമുക്ക് പറയാം. വളരെ കുറവാണ് എന്നുള്ളത് തന്നെ പറയാം. പക്ഷേ നമുക്ക് ആ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ഉയർന്ന ലെവലിൽ എത്താൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ജോലിയും കരസ്ഥമാക്കാൻ പറ്റും. സോ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സെപ്പറേറ്റ്ലി പറഞ്ഞിട്ട് എന്താ, വുമൻസിന് അതേപോലെ ഡിഫറൻഷ്യൽ ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ നോർമലി നമ്മൾ PSC പറയുന്ന പോലെ തന്നെയാണ്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. 21ാമത്തെ വയസ്സ് മുതൽ 39ാമത്തെ വയസ്സ് വരെയാണ് അല്ലേ, 21 മുതൽ 39 വരെയാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഈ ഏജ് ലിമിറ്റ് 21ലോ 39ലോ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് നോക്കുക. അതായത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ, 1/1/2004 അതേപോലെ തന്നെ 2/1/1986. ഇതിൻ്റെ അകത്താണോ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക. ആ ഡേറ്റിൽ, ആ ലാസ്റ്റ് ഡേറ്റിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം മേ ബി. സോ അതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ നോർമലി പറയുന്ന പോലെ തന്നെ SSLC ആണ് ബേസിക് ക്വാളിഫിക്കേഷന്. അതോടൊപ്പം തന്നെ നമുക്ക് വേറൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഡ്രൈവർ ആവുന്ന സമയത്ത് നമുക്ക് വേണ്ട അടുത്തൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് അല്ലേ, ലൈസൻസ് ആണ്. ഇതിൽ ലൈസൻസ് പറഞ്ഞിട്ടുള്ളത് ഹെവി മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. ഹെവി മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അതിൻ്റെ കൂടെ 3 years സ്റ്റാൻഡിങ് എൻഡോഴ്സ്മെൻറ്റ് ഇൻ ഹെവി ഗുഡ്സ് ആൻഡ് പാസഞ്ചർ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് 3 വർഷമായിരിക്കണം നമ്മൾ ലൈസൻസ് എടുത്ത് കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞ ആളുകളായിരിക്കണം. ഈ നോട്ടിഫിക്കേഷൻ വന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് തൊട്ട് മുന്നേ ആയിട്ടാണ് നമ്മൾ നോക്കാറില്ല. അത് നോക്കിയാൽ 3 വർഷം കഴിഞ്ഞ് 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നല്ല. നിങ്ങൾ എവിടെയെങ്കിലും പോയി എക്സ്പീരിയൻസ് നമ്മൾ ഫോറസ്റ്റ് ഡ്രൈവറെ പോലെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. ഇതിൽ ജസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 വർഷമായിരിക്കണം എൻഡോയ്സ് ചെയ്തിട്ട് ഹെവി വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് നിങ്ങളുടെ ലൈസൻസിലോട്ട് എൻഡോയ്സ് ചെയ്തതിന് ശേഷം 3 വർഷമായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ.
എന്നാൽ നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊരു ഡ്രൈവിംഗ് എക്സാം എഴുതുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമ്മളുടെ ഈ ആപ്ലിക്കേഷൻ വന്നത് മുതൽ, ആ നോട്ടിഫിക്കേഷൻ വന്ന് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഡേറ്റ് മുതൽ നമ്മളുടെ ലാസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് നമ്മളെ അഡ്വൈസ് വരുന്നത് വരെ ഒരു കാരണവശാലും നമ്മളെ ലൈസൻസ് അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് എക്സ്പയർ ആകാനോ അല്ലെങ്കിൽ സസ്പെൻഷൻ നേരിടാനോ കാര്യങ്ങൾക്കോ പാടില്ല. അതായത് OMR ടെസ്റ്റ് ഉണ്ട് ഫസ്റ്റ്, ദെൻ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ട്, ദെൻ നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. ഈ ഒരു പീരീഡിൽ, ഈ ഒരു ഗ്യാപ്പിലൊന്നും നമുക്ക് എന്ത് വരാൻ പാടില്ല, ലൈസൻസിന് ഗ്യാപ്പ് പീരീഡ് വരാൻ പാടുള്ളതല്ല. ഇത് വളരെയായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ എക്സാം എഴുതും, അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈസൻസ് റിന്യൂ ചെയ്യാൻ ഡേറ്റ് ആകുമ്പോഴത്തേന് നമ്മൾ മറക്കും, അത് മറന്നു പോയിട്ട് അവിടെ ഗ്യാപ്പ് പീരീഡ് വരും. പിന്നെ നമ്മൾ ഡോക്യുമെൻ്റ് ആയിട്ട് വെരിഫിക്കേഷന് വേണ്ടി ഹാജരാക്കുന്നത് നമ്മളെ നോർമൽ ലൈസൻസ് അല്ല, ലൈസൻസിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ്. DL എക്സ്ട്രാക്റ്റ് എന്നുള്ള സാധനമാണ് നമ്മൾ അപ്ലൈ ചെയ്ത് അവിടെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഗ്യാപ്പ് പീരീഡ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഗ്യാപ്പ് പീരീഡ് വരും. പിന്നെ ഹെവി ലൈസൻസ് ആയതുകൊണ്ട് നമുക്ക് ഇതിലൊരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. പ്രാക്ടിക്കൽ ടെസ്റ്റ് ടി ടെസ്റ്റ് ആയിരിക്കും പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുക. അതിൽ തന്നെ ഗ്രൗണ്ട് ടെസ്റ്റും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ റോഡ് ടെസ്റ്റും ഉണ്ടായിരിക്കും. വലിയ വാഹനങ്ങൾ കൊണ്ടായിരിക്കും. ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ KSRTC ബസ് ഉപയോഗിച്ചിട്ടാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന് സെപ്പറേറ്റ്ലി ഇവർക്ക് വാഹനം ഉണ്ടെങ്കിൽ അത് വെച്ച് നടത്താമെന്നാണ്. പക്ഷേ നോർമലി നമ്മൾ എല്ലാ PSCയുടെ ഡ്രൈവിംഗ് എക്സാമും KSRTCയുടെ ബസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് ആയിരിക്കും. നിങ്ങളെല്ലാവരും നോട്ടിഫിക്കേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. നമുക്ക് അഡ്വൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിന് ശേഷം പറയാനുണ്ട്, സിലബസും പറയാനുണ്ട്. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് മിനിമം 165 ഹൈറ്റ് ഉണ്ടായിരിക്കണം, 83 സെൻറ്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായിരിക്കും, 4 സെൻറ്റിമീറ്റർ എക്സ്പാൻഷന്, നോർമലി പറയുന്ന പോലെ തന്നെ. പിന്നെ SC/ST കാറ്റഗറികൾക്ക് ചെറിയൊരു ഇളവുണ്ട്, 160 മതി. ദെൻ നെക്സ്റ്റ് അടുത്തത് നമ്മളുടെ മെഡിക്കൽ ഫിറ്റ്നസ് ആണ്. ചെവി വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നതായിരിക്കണം, കണ്ണിൻ്റെ ഫിറ്റ്നസ് പറയുന്നുണ്ട്. ഇത് നമ്മൾ നോർമലി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കാറുള്ളത്. നമ്മൾ വെരിഫിക്കേഷൻ്റെ സമയമാകുന്ന സമയത്ത് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡിൻ്റെ മെസ്സേജ് വരുന്ന സമയത്ത് ഇതിലുള്ള ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കണം. ഒരു ഫിറ്റ്നസ്സും ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ. അത് ഇന്ന റാങ്കിൽ കുറയാത്ത ഒരു ആൾ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെ അസിസ്റ്റൻറ്റ് സർജൻ റാങ്കിൽ കുറയാത്ത, നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് അസിസ്റ്റൻറ്റ് സർജൻ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഇതൊക്കെ കേട്ടോ, അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നോട്ട് ബിലോ ദി റാങ്ക് ഓഫ്. ഇതൊക്കെ വരുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത്രയും കാര്യമാണ് നമുക്ക് എന്ത് പറയുക നോട്ടിഫിക്കേഷനുമായി പ്രധാനപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്. ഇത് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് ഫോർമാറ്റാണ്. സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുന്ന സമയത്ത്, നമ്മളെ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന സമയത്ത് നമുക്ക് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 19 അല്ലേ? ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നവംബർ 19 ആണ്. നവംബർ 19 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ അതിൻ്റെ സിലബസുമാണ്. നമുക്ക് അതും നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ സിലബസ് ആണ്. എന്താണ് ഇതിൻ്റെ സിലബസ് എന്നുള്ളത്? നോർമലി നമുക്ക് എന്താണ് സിലബസ് വരുന്നത്, നമുക്ക് എന്തായാലും പഠിക്കണമല്ലോ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് സിലബസ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിലെ സിലബസ് എന്ന് പറയുന്നത് നമുക്ക് 50 മാർക്കിന് GK യും 50 മാർക്കിന് ഡ്രൈവിംഗ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു 2021 നടക്കുന്നത്. പക്ഷേ 2022 ആയപ്പോഴേക്കും PSC ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് എന്നുള്ള ഒരു സംഭവം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാമുകളിലൊക്കെ. ജോബ് റിലേറ്റഡ് ടോപ്പിക്സ്. എന്താണ് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് എന്ന് പറയുന്നത്? ആ ജോലിയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സബ്ജക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസ് ആണെന്നുണ്ടെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ട ആക്ട്, അതേപോലെ RTI, ഇപ്പോൾ പുതിയ BNS വന്നപ്പോൾ BNS, ഫയർമാൻ്റെ എക്സാമുകളാണെന്നുണ്ടെങ്കിൽ ഫയർ, അല്ലെ പ്രിസണിൻ്റെ എക്സാമുകളാണ് ഈ പ്രിസണുമായി ബന്ധപ്പെട്ടത്. ഡ്രൈവിംഗ് ആകുമ്പോൾ റോഡുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കൂടുതലായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും, മോട്ടോർ വെഹിക്കിൾ ആക്ട്, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജോബ് റിലേറ്റഡ് ആയിട്ട് PSC ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി നമുക്ക് പുതിയൊരു സിലബസ് വരുന്നുണ്ടെങ്കിൽ ഈ 50-50 എന്നുള്ള ഒരു കാറ്റഗറി അല്ലെങ്കിൽ 50-50 എന്നുള്ള ഒരു കാറ്റഗറി അല്ലെങ്കിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു സിലബസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. GK നമുക്ക് 50 മാർക്കിന് വരും. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു 20 മാർക്കിന് വരും. ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒരു 30 മാർക്കിന് വരും. ഇതാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ്. ഇത് വന്നിട്ടില്ല, ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ GKയിൽ തന്നെ 50 മാർക്കിൽ തന്നെ കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും, റിനൈൻസൻസ് ഉണ്ടാവും, സിമ്പിൾ മാത്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്താം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിലും ഉൾപ്പെടുത്താം. ഇതാണ് ജസ്റ്റ് ഒരു സിലബസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ്. ഇതാണ് നമുക്ക് കുറച്ചധികം നേരം പറയാനുള്ളത്. ഞാൻ മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി അത് മനസ്സിലാകാത്തുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതിനിടയിൽ വീഡിയോക്ക് ഇടയിൽ കമൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും.
നെക്സ്റ്റ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 405 406 അല്ലേ 2021 405 406 ആണ് വിളിച്ചിരുന്നത്. 405 ഡയറക്റ്റ് പാർട്ട് 1 ആയിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാർട്ട് 1 ആയിട്ടും ഇത് പാർട്ട് 2 ആയിട്ടുണ്ടായിരിക്കും. പാർട്ട് 2 എന്ന് പറയുന്നത് ബൈ ട്രാൻസ്ഫർ ആണ്. ഓൾറെഡി സർവീസ് എല്ലാ ആളുകൾക്ക് എഴുതാൻ പറ്റുന്നതാണ് കേട്ടോ പാർട്ട് 2 എന്ന് പറയുന്നത്. ഇതിന് ചില സമയങ്ങളിൽ പാർട്ട് 2 മാത്രമായിട്ട് വിളിച്ചിട്ട് പാർട്ട് 2വിൻ്റെ അഭാവത്തിൽ ആളുകളില്ലാത്ത അഭാവത്തിൽ പാർട്ട് 1 ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റും ചെയ്യാറുണ്ട്. അങ്ങനെയും നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. പക്ഷേ ഇത് ജസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണയും വന്നിട്ടുണ്ട്, ഈ തവണയും വന്നിട്ടുണ്ട്. ഡിസ്ട്രിക്റ്റ് വൈസ് ആണ് സെലക്ഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ നടന്ന എക്സാം എന്ന് പറയുന്നത് 2022 സെപ്റ്റംബർ 5 ആയിരുന്നു അല്ലേ. സെപ്റ്റംബർ 5 2022 ഇതിൻ്റെ എക്സാം നടന്നിട്ടുള്ളത്. ഇതിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് ഓരോ ജില്ലേൻ്റെയും അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം. ഞാൻ ഇവിടെ കുറച്ച് കോളംസ് ഒരു കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഡിസ്ട്രിക്റ്റ് കാണാം, ഡേറ്റ് ഓഫ് ഷോർട്ട് ലിസ്റ്റ് കാണാം, കട്ട് ഓഫ് മാർക്ക് കാണാം, ഡേറ്റ് ഓഫ് റാങ്ക് ലിസ്റ്റ് കാണാം, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദി റാങ്ക് ലിസ്റ്റ്, മെയിൻ ലിസ്റ്റിലെ കാൻഡിഡേറ്റ്സിൻ്റെ എത്ര പേരുണ്ടായിരുന്നു എന്ന് കാണാം, അഡ്വൈസ് ഡീറ്റെയിൽസും കാണാം. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം ഓരോന്നോരോ ജില്ല. ഫസ്റ്റ് തിരുവനന്തപുരം. നമുക്ക് താഴെ ഇങ്ങോട്ട് തന്നെ പോരാം അല്ലേ. KL01 KL02 അങ്ങനെ തന്നെ പോരാം. കറക്റ്റാണോ ഓർഡർ കറക്റ്റാണോ എന്ന് അറിയില്ല, എങ്കിലും ഞാൻ മാക്സിമം താഴ്ന്ന് പോരുകയാണ്. തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോർട്ട് ലിസ്റ്റിൻ്റെ ഡേറ്റ് ഒക്കെ നോക്കും. ഏകദേശം ഇത് എനിക്ക് തെറ്റിപ്പോയതാണ്. 2023 2023 ഏപ്രിൽ 27 ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ളത്. കട്ട് ഓഫ് മാർക്ക് 64 റാങ്ക് ലിസ്റ്റ് 2023 നവംബർ 14 റാങ്ക് ലിസ്റ്റ് വന്നത്. ഇത് ഏകദേശം 2023 തന്നെ എല്ലാത്തിൻ്റെയും ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അല്ലേ. ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലെല്ലാം തന്നെ ഷോർട്ട് ലിസ്റ്റ് വന്നു. ഈ ഒരു ഒക്ടോബർ നവംബർ ആയപ്പോഴത്തേക്കും എല്ലാത്തിൻ്റെയും റാങ്ക് ലിസ്റ്റും വന്നു. ഇവിടെ ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് അറിയാലോ. ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം അവിടെ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ട് അല്ലേ. എക്സൈസിന് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ട്. ദെൻ ഒരു ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് വെരിഫിക്കേഷൻ്റെ കൂടെ തന്നെയായിരിക്കും. ദെൻ നെക്സ്റ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും നമ്മുടെ സർട്ടിഫിക്കേഷൻ. അതിന് ശേഷമാണ് എന്ത് വരുന്നത്, റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ കടമ്പകളൊക്കെ എവിടെ കഴിഞ്ഞിട്ടുണ്ട്, ഈ ഒരു 5 മാസം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഓരോ ഡിസ്ട്രിക്റ്റ് വൈസ് ആയതുകൊണ്ട് ഓരോ ഡിസ്ട്രിക്റ്റിന് സെപ്പറേറ്റ്ലി ആയിട്ടായിരിക്കും ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഞാൻ ഈ ഡേറ്റുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാൻ പറ്റും. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് പിന്നീട് നോക്കാവുന്നതാണ്. ഇപ്പോൾ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ 64 കട്ട് ഓഫ് വന്നത്. നവംബർ 2023 എന്ത് ചെയ്തു, ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ 2026 നവംബർ ആകുന്ന സമയത്തേക്ക് എന്ത് ചെയ്യും, ഇത് റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവും. ഇപ്പോൾ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു. പ്രീവിയസ് ആണേ പറയുന്നത് കേട്ടോ. ദെൻ കൊല്ലം 60 കട്ട് ഓഫ്, പത്തനംതിട്ട 62, ആലപ്പുഴ 56, കോട്ടയം 57. ഇടുക്കിൻ്റെ കട്ട് ഓഫ് എനിക്ക് കറക്റ്റ് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ബ്ലാങ്ക് ഇട്ടുകയാണ്. എറണാകുളം 60 കട്ട് ഓഫ്. ഇത്രയും കട്ട് ഓഫ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതിൻ്റെ റാങ്ക് ലിസ്റ്റും ഏകദേശം ഒരു 10-20 ദിവസത്തെ ഗ്യാപ്പിലാണ് മുഴുവൻ റാങ്ക് ലിസ്റ്റും വന്നിട്ടുള്ളത്. നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ എത്ര പേര് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. ഇത് ഞാൻ മൊത്തം റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളുടെ എണ്ണമല്ല, മെയിൻ ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ, സപ്ലിമെൻ്ററി ലിസ്റ്റ് കൂട്ടാതെ അതിലുള്ള ആളുകളുടെ എണ്ണ കൊടുത്തിട്ടില്ല കേട്ടോ. തിരുവനന്തപുരത്ത് 17 മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത്. 5 പേർക്കാണ് അഡ്വൈസ് പോയത്. 5 പേർക്കാണ് അഡ്വൈസ് പോയത്. കൊല്ലം 20 പേരിൽ 14 പേര്. ഇതൊരു കുഴപ്പമില്ലാത്ത ഒരു അഡ്വൈസാണെന്ന് പറയാം. റാങ്ക് ലിസ്റ്റിൽ ഏത് റാങ്ക് ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിലെ മുഴുവൻ ആളുകളും കയറും എന്നൊരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാൻ പാടില്ല. ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു 60 to 70% ആണ് ഒരു അവറേജ് എന്ന് പറയുന്നത് അല്ലേ, അഡ്വൈസ് എന്ന് പറയുന്നത്. കുറച്ചധികം റാങ്ക് ലിസ്റ്റ് ചില സമയങ്ങളിൽ നീട്ടിയിടാറുണ്ട്. പിന്നെ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഞാനത് കൂടുതലായിട്ടൊന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇവിടെ നോക്കൂ, 17 വെറും 5 പേരാണ് കയറിയത്. ഇവിടെ 20 14. ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് നല്ല അഡ്വൈസ് പോയ ഒരു ഡിസ്ട്രിക്റ്റാണ് കൊല്ലം എന്ന് പറയുന്നത്. പത്തനംതിട്ട 6 4 പേര്, അതും നല്ലതാണെന്ന് പറയാം. ആലപ്പുഴ 13 പേരെ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു. ഇതുവരെ ഒരു അഡ്വൈസും പോയിട്ടില്ല. അതായത് ചില ആളുകൾ കമൻ്റ് ഇടാറുണ്ട്, ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളുകൾക്ക് പോലും എന്ത് വന്നിട്ടില്ല, അഡ്വൈസ് പോകാത്ത ഒരു പോസ്റ്റാണ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനാണ് എക്സൈസ് ഡ്രൈവർ എന്ന് പറയുന്നത്. ആലപ്പുഴ ജില്ലയിൽ എക്സാം എഴുതിയ ആൾ ചിലപ്പോൾ ഇരിക്കുന്നുണ്ടാവും. നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട്, കഴിഞ്ഞ തവണ എക്സൈസ് ഡ്രൈവർ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ഈ വീഡിയോ ഇന്ന് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അഡ്വൈസ് കിട്ടിയിട്ടില്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. അറിയാലോ ഇങ്ങനെയുള്ള ആളുകളുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ കോട്ടയത്തിൽ 14 പേരാണ് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത്. 5 പേർക്കാണ് അഡ്വൈസ് പോയത്. ഇടുക്കി 11 പേരിൽ 6 പേർക്ക്, എറണാകുളം 14 പേരിൽ വെറും 3 പേർക്ക് മാത്രമാണ് പോയത്. അപ്പോൾ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 10 അല്ലെങ്കിൽ 15ൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ലിസ്റ്റ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് അടുത്തത് നോക്കാം. തൃശ്ശൂർ 22 പേരുള്ള ലിസ്റ്റിൽ വെറും 2 പേർക്കാണ് പോയത്. പാലക്കാട് 20 8 പേർക്ക് പോയി. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം 5 പേരുടെ റാങ്ക് ലിസ്റ്റ് ഉണ്ടതിന് ഇതുവരെ ആർക്കും പോയിട്ടില്ല. സോ ഇവിടെ വേക്കൻസി ഇല്ല എന്ന് തന്നെയാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. റാങ്ക് ലിസ്റ്റ് ഇട്ട സമയത്തും ഏറ്റവും കുറഞ്ഞ റാങ്ക് ലിസ്റ്റ് ആക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത് അല്ലേ.
വെറും 5 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം എല്ലാം ഏകദേശം 58, 59, 60, 61, 62, 63 ആ റേഞ്ചിൽ തന്നെയാണ് നിന്നിട്ടുള്ളത്. അതിന് മുകളിലേക്ക് തന്നെ ഒന്നും കട്ട് ഓഫ് കൊടുത്തിട്ടില്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഓരോ ഡിസ്ട്രിക്റ്റിനെ ബേസ് ചെയ്ത് നോക്കുമ്പോഴും ഉണ്ട്. കോഴിക്കോട് 12 പേരുടെ റാങ്ക് ലിസ്റ്റിൽ വെറും ഒരാൾ ആണ് പോയത്. ഇവിടെ ഈ മലപ്പുറത്തിൻ്റെയൊക്കെ അവസ്ഥ തന്നെയാണ് ഈ കോഴിക്കോട് എന്ന് പറയുന്നത്. 12-ൽ ഒരാളാണ് പോയത്, മലപ്പുറത്ത് 5-ൽ ഒരാളും പോയിട്ടില്ല. ദെൻ വയനാട് 9-ൽ 4 പേര് പോയി, കണ്ണൂർ 10-ൽ 2 പേര്, കാസർഗോഡ് 10-ൽ 2 പേര്. ഇപ്പോൾ ഇത് ജസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു സൗത്ത് ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് അഡ്വൈസ് പോയിട്ടുള്ള ജില്ലകൾ എന്ന് പറയുന്നത് സൗത്ത് ഭാഗത്താണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു എക്സാം എഴുതുന്ന അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് കുറച്ച് ദിവസമായി വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നു, ലേറ്റായി പോയി എന്ന് തോന്നുന്നു. നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത്. കഴിഞ്ഞ തവണത്തെ അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളെ മുന്നിലൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇനി അപ്ലൈ ചെയ്തിട്ടില്ല, ഇനി അപ്ലൈ ചെയ്യാനുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജില്ലയിൽ തോന്നെ അഡ്വൈസ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, വേക്കൻസീസ് ഇല്ലാത്ത ഒരു പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റു ജില്ലയിലോട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇത് ഒരാളെ പോലും ഒരാളുടെ ജോലി സാധ്യത ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ ഒരു എന്ത് പറയുക, നമ്മളൊരു നെഗറ്റീവായിട്ടോ പറയുന്നതല്ല. നിങ്ങളത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യുക, അല്ലെങ്കിൽ യുക്തിക്കനുസരിച്ച് പഠിക്കുക. പിന്നെ നമുക്ക് 1-2 അഡ്വൈസ് പോകുന്ന ജില്ലകളാണെങ്കിലും ആ 1-2 റാങ്കിൽ നമ്മൾ ഉൾപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് റാങ്ക് കിട്ടിയാലും ജോലി കിട്ടാത്ത ജില്ലകൾ ഇതിലുണ്ട് എങ്കിലും അത് മനസ്സിലായിക്കൊണ്ട് തന്നെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഏറ്റവും ടോപ്പിലെത്താൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കൂടെ പോസിറ്റീവായും കൂടി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സോ ഇതാണ് അഡ്വൈസിൻ്റെ നിയമന നില എന്ന് പറയുന്നത്, നിലവിലുള്ളത് എന്ന് പറയുന്നത്. ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് എല്ലാം തന്നെ ഏകദേശം 2026 സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും, അതായത് ഇനി കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം തികച്ചില്ല, ഒരു 8 മാസം കൊണ്ട് എല്ലാ റാങ്ക് ലിസ്റ്റും എക്സ്പയർ ആകുമ്പോഴാണ്. അപ്പോഴേക്കും ഇതിൻ്റെ അടുത്തതിൻ്റെ എക്സാമും കാര്യങ്ങളും നടക്കും. എക്സാം കഴിഞ്ഞാലും ഒരു 6 മാസത്തോളം നമുക്കതിൻ്റെ എന്തുണ്ടാവും, ബാക്കി പ്രൊസീജിയേഴ്സ് ഉണ്ടാവും അല്ലേ. പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ വെരിഫിക്കേഷനും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ്. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഇതേപോലുള്ള എക്സാം എഴുതുന്ന ആളുകളിലേക്ക് നിങ്ങൾ വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.